പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദിനതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം, പുതിയ പുലരി, ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ ദിവസം കാണുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി കർത്താവിനോട് എല്ലാ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ആയുസ്സിനെ, ആരോഗ്യത്തെ നീട്ടിത്തന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പോൾ തന്നെ അർഹതയില്ലാതിരുന്നിടത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യരാക്കി, അർഹരാക്കി, നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തന്ന് ഈ ലോക ജീവിത യാത്രയിൽ ജീവനും ഭക്തിക്കും വേണ്ട ഇതെല്ലാം നൽകിത്തന്ന് നമുക്ക് നല്ല ജോലി, വരുമാന മാർഗങ്ങൾ, സോഴ്സുകൾ, അനുഗ്രഹിക്കപ്പെട്ട തലമുറ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എല്ലാം നൽകി തന്ന കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഒന്നുകൂടെ ഓർമ്മിച്ച് അതിന് നന്ദി പറഞ്ഞുകൊണ്ട്, യഹോവ ശരിക്കു ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും, രക്ഷയുടെ പാനപാത്രമെടുത്ത് സകല പേരും കാണുക, കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആ വാക്യം ആധാരമായി ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും, നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വാക്യം. ഒന്നുകൂടി അത് ആവർത്തിച്ച് പറയാം. പ്രത്യാശ ഉള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും, നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. ജോബ് ചാപ്റ്റർ 11 വേഴ്സ് 18 വായിച്ചു കേട്ടത്. അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം. പ്രത്യാശയുള്ളത് കൊണ്ട് നിർഭയനായിരിക്കും. നല്ലൊരു വാക്കാണ്. പ്രത്യാശ ഒരുവനുണ്ടെങ്കിൽ അവൻ നിർഭയനായിരിക്കും. ചുറ്റും നടക്കുന്ന പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ മുൻപിലേക്ക് നാളെയെക്കുറിച്ചൊരു പ്രത്യാശ ഉണ്ടെങ്കിൽ അവൻ നിർഭയനായിരിക്കും. 2, നീ ചുറ്റും നോക്കിയിട്ട് സ്വൈര്യമായി വസിക്കും. സ്വൈര്യമാകാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിലും ചുറ്റും നോക്കിയിട്ട് നീ സ്വൈര്യമായി വസിക്കുമെന്ന്. ഒന്നുകൂടെ. അപ്പോൾ ഇതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ഈ വാക്യം വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ വാക്യം തുടങ്ങുമ്പോൾ ഈ വാക്യം എഴുതുന്നത്, ഈ വാക്യം പറയുന്നത് ദൈവവചനമാണ്. പക്ഷേ ഈ വാക്യം പറയുന്നത് ഇയ്യോബല്ല, അല്ലെങ്കിൽ ഇയ്യോബിന് വേണ്ടിയിട്ടല്ല. നയതാമ്യനായ സോഫർ എന്ന് പറയുന്ന ആളാണ് ഈ വചനം പറയുന്നത്. അത് ഇയ്യോബിൻ്റെ സ്നേഹിതനാണ്. ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിട്ട്, എന്നാൽ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന വാക്കുകൾ തുടങ്ങുമ്പോൾ നീ പരിഹസിക്കുമ്പോൾ മിണ്ടാതിരിക്കുമോ, പരിഹാസി വായടയ്ക്കുമോ, പൊണ്ണത്തടി ബുദ്ധി പ്രാപിക്കുമോ, ജ്ഞാനം പ്രാപിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഹാസ രൂപേണയാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട്, നിന്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് നിനക്ക് വന്നു ചേർന്നിട്ടുള്ള ഇയ്യോബിന്റെ പരീക്ഷകൾ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ സ്നേഹിതനായ സോഫർ സംസാരിക്കുന്നത്, നയതാമ്യനായ സോഫർ സംസാരിക്കുന്നത്. എന്നാൽ ഈ നയതാമ്യനായ സോഫർ പിന്നീട് പറയുന്നത്, ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ നിന്റെ പ്രകാശം മധ്യാഹ്നം പോലെ പ്രകാശിക്കും, നിനക്ക് പ്രത്യാശ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട്, നീ ദൈവഭക്തനായിരിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവഭക്തന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വസ്തുതയാണ് 18-ാമത്തെ വാക്യത്തിൽ നാം ഈ അടർത്തിയെടുത്ത വാക്യത്തിൽ പറയുന്നത്. നീ ദൈവഭക്തനാണെങ്കിൽ, നീ നേരുള്ളവനാണെങ്കിൽ, നീ നീതിയുള്ളവനാണെങ്കിൽ, ദൈവവും നീ സത്യവാനാണെങ്കിൽ, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായി വസിക്കും, ചുറ്റും നോക്കി സ്വൈര്യമായി ഇരിക്കും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കുഞ്ഞെ, ഇയ്യോബിന് ചുറ്റും ഒരുപാട് പ്രതിസന്ധികൾ, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് 10 ശവപ്പെട്ടികൾ ഒരുപോലെ വീടിന്റെ മുമ്പിൽ അടുക്കി വെച്ച്, താൻ സ്നേഹിച്ച ഭാര്യ നിന്റെ ഭക്തി ത്യജിച്ചു കളക എന്ന്, ദൈവത്തെ തള്ളിപ്പറക എന്നും പറയുമ്പോൾ, അതിൻ്റെ അപ്പുറത്ത് സ്നേഹിതന്മാരെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വരുന്നവർ പരിഹാസ രൂപേണ സംസാരിക്കുമ്പോൾ, ഇയ്യോബിന് തനിക്ക് തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്തതുപോലെ വേദനകൾ, ചുറ്റും നോക്കി എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് ഓട്ട് കഷണം എടുത്തുകൊണ്ട് തനിക്കുള്ള ആ രോഗബാധിതയിൽ യഹോവ ബാധിച്ചതുപോലെ ചൊറിയും ചെരങ്ങും ചിരണ്ടിക്കൊണ്ട് ചാരത്തിനകത്ത് കിടക്കുമ്പോൾ, അവിടെയാണ് ഈ വചനം പറയുന്നത്, നീ നിർഭയനായിരിക്കും പ്രത്യാശയുള്ളത് കൊണ്ട്. ശരിയാണ്. ഇയ്യോബ് പിന്നത്തേതിൽ പറയുന്നുണ്ട്, പിന്നത്തേതിൽ ആ വാക്കൊന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. പറയുന്ന വചനം ഇങ്ങനെയാ: ഒടുവിൽ ഞാൻ പൊടിമേൽ നിൽക്കും, ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. ഇങ്ങനെ എൻ്റെ ദേഹം ക്ഷയിച്ചാലും എൻ്റെ പ്രിയനെ ദേഹസഹിതനായി കാണും. ഇതിൻ്റെ പേരാ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിന്നെ കളിയാക്കിക്കൊണ്ടാണ് ഈ ദൈവവചനം പറയുന്നതെങ്കിലും, നിന്നെ പരിഹസിച്ചുകൊണ്ടാണ് ഈ വചനം പറയുന്നതെങ്കിലും, ഇതങ്ങനെ തന്നെ ഭവിക്കും.
നീ ഒരു പ്രാർത്ഥനക്കാരിയല്ലേ, എന്നിട്ട് ആ പ്രാർത്ഥനക്കാരിയാണ് നീ വിജയിക്കുമെന്ന് കളിയാക്കലോടെ പറയുകയാണോ? നീ ഒരു പ്രാർത്ഥനക്കാരിയല്ലേ, നിനക്ക് മറുപടി കിട്ടുമെന്ന് ഒരു കളിയാക്കലോടെ വാക്കുകളോടെ പറയുകയാണോ? കുഞ്ഞെ, നീ ഭാരപ്പെടരുത്, നീ വേദനിക്കരുത്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി നിന്നെ പരിഹസിക്കുന്നവർ, നിന്നെ കളിയാക്കുന്നവർ, ആ കളിയാക്കുന്നവരുടെ മുകളിൽ നിന്നെ ആക്കി വെക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരിക്കൽ ജോസഫിന്റെ സഹോദരന്മാർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കാൻ വരുമോ? സ്വപ്നം കണ്ടേ അവനെ. അപ്പൻ ചോദിച്ചു, ഞാനും കൂടെ നിന്നെ നമസ്കരിക്കേണ്ടി വരുമോ? സ്വപ്നം കണ്ട, ദർശനം കണ്ടു, ഒരുവനെ നോക്കി ചോദിച്ചു. ഞങ്ങളൊക്കെ നിന്നെ നമസ്കരിക്കേണ്ടി വരുമോ? കളിയാക്കി ചോദിച്ചു. പക്ഷെ കണ്ട സ്വപ്നം ദൈവത്തിൻ്റെതാണെങ്കിൽ, കണ്ട സ്വപ്നം ദൈവം തന്നതാണെങ്കിൽ, കുഞ്ഞെ, നീ പതറി പോകരുത്. പ്രത്യാശയോടെ നീ ഇരിക്ക, പ്രത്യാശയോടെ ഇരിക്ക. നീ നിർഭയനായി ഇരിക്കുമെന്ന് മാത്രമല്ല, ചുറ്റും നോക്കി സ്വൈര്യമായിരിക്ക. നിന്നിലുള്ള ആ പ്രത്യാശ അത് പൂവണിയും, അത് ഫുൾഫില്ല് ചെയ്യും, നിന്റെ സ്വപ്നം പൂർത്തീകരിക്കും. ഹല്ലേലൂയ. നിന്റെ സ്വപ്നം പൂർത്തീകരിക്കും. നിനക്ക് ദൈവം തന്ന സ്വപ്നം പൂർത്തീകരിക്കും. തന്നത് ദൈവമാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ദൈവശക്തനാണ്. ദൈവമാണ് നിനക്കൊരു സ്വപ്നം തന്നതെങ്കിൽ കുഞ്ഞെ, അത് പൂർത്തീകരിക്കാൻ ദൈവശക്തനാ. ദൈവമാണ് സ്വപ്നം തന്നതെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ ദൈവശക്തനാ. ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി. സോഫാർ വന്നിട്ട് നയഥാമിനായ സോഫാർ പറയുക, പ്രത്യാശ ഉള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. ചുറ്റും നോക്കി നീ സ്വൈര്യമായി വസിക്കും. ഇതൊരു കളിയാക്കലിന്റെ ഭാഷയിലാണെങ്കിലും, ഇതൊരു വേദനയുടെ ഭാഷയിലാണെങ്കിലും, ഇയ്യോബിന് അത് അന്വർത്ഥമായി, അതങ്ങനെ തന്നെ സംഭവിച്ചു. നിന്നെ പരിഹസിച്ചുകൊണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായില്ലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായില്ലേ, നിനക്ക് നിന്റെ കാര്യങ്ങൾക്ക് എന്തായി എന്ന് ചോദിക്കുമ്പം, ഇന്ന് ഈ പ്രഭാതത്തിൽ കുഞ്ഞെ, ആ നിന്നെ പരിഹസിക്കുന്ന, നിന്നെ കളിയാക്കുന്നതിന് മുമ്പിൽ അത് നിവർത്തിക്കാൻ പോകുന്നെന്ന്, അത് സംഭവിക്കുന്നെന്ന് ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നിന്റെ സ്വപ്നം പൂർത്തീകരിക്കും. ദൈവം അത് നിവർത്തിക്കാൻ ശക്തനാ. നിന്നെ കളിയാക്കിയവർ, അതുകൊണ്ടാ ദാവീദ് പറയുന്നത്, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവം. യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ പലകയും എൻ്റെ തല ഉയർത്തുന്നതിന്. 3-ാം സങ്കീർത്തനം ദാവീദ് പറയുന്നു. അതേ, ദാവീദിനറിയാം ആരാണോ പരിഹസിച്ചത് അവരുടെ മുമ്പിൽ, ഏത് വീട്ടിലാണോ നീ നിന്നെ അനുഭവിച്ചത് അവിടെ തന്നെ, ഏത് രാജ്യത്തേതാണോ നീ പുറത്താക്കപ്പെട്ടത് അതേ രാജ്യത്ത്, അവിടെ നിന്നെ ദൈവം ചേർത്ത് പിടിക്കുന്നത്. ആത്മാവിൽ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയമായി വസിക്കും. ചുറ്റും നോക്കി നീ സ്വൈര്യമായി വസിക്കും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ തന്നെ വചനം കൈമാറുന്നു. ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. പ്രത്യാശ തീരത്തെടുക്കും. ആ തന്ന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കും. അതങ്ങനെ ദൈവം നിവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വചനം കേൾക്കുന്ന സർവ്വപേരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഈ ദിവസം അനുഗ്രഹമായി മാറട്ടെ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടെ എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലമേറിയ ചെറുകടിയിൽ അവിടെ ഇവിടങ്ങളായി നമ്മളെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.